ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണേ. വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നൊരു ചെറിയ യാത്ര പോവാണ്. ചെറിയ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു 2.5-3 മണിക്കൂറത്തെ യാത്രയാണ് കേട്ടോ. നമ്മളൊരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിക്ക് അടുത്തായിട്ട് ഉള്ള കാട്ടിൽ മേക്കതിൽ ദേവീ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു പോകണമെന്ന്, പക്ഷേ നടക്കുന്നുണ്ടായിരുന്നില്ല. ഓരോരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം പോകണം തീരുമാനിച്ചു, അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മൾ കാറിൽ തന്നെ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ കാറിൽ അവിടേക്ക് എത്തത്തക്കോണമുള്ള റൂട്ടാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ നമുക്ക് കാറ് വഴി അല്ലാതെ നമുക്ക് ഒരു സ്ഥലം വരെ കാറിൽ പോയിട്ട് അവിടെ നമുക്ക് കായൽ കടന്ന് ജങ്കാറ് വഴിയോ ബോട്ട് വഴിയോ ഒക്കെ നമുക്ക് ഈ അമ്പലത്തിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ 2 വഴിക്കാണ് അമ്പലത്തിലേക്ക് പോകാൻ പറ്റുന്ന റൂട്ടുള്ളത്. ലൊക്കേഷൻ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ അതിൻ്റെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബീച്ച് സൈഡിലുള്ള റോഡിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. ആ വഴിക്കാണ് കാറ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വഴിക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അമ്പലത്തിൻ്റെ മുറ്റത്ത് ചെല്ലാൻ പറ്റും. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അവിടുത്തെ ചെന്ന് കഴിഞ്ഞാലുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. കടലും കായലും എല്ലാം കൂടി ചേർന്നിട്ട് നല്ല മണ്ണും ഒക്കെ ആയിട്ട് നല്ല കാറ്റ്, എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് തന്നെ നമുക്ക് തോന്നുന്നത്. അങ്ങനെ നല്ല കാഴ്ചകളാണ് കേട്ടോ. നമുക്ക് ഈ ബീച്ച് സൈഡിലുള്ള റോഡ് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. നല്ല കാഴ്ചകളാണ് 2 സൈഡും കാണാൻ പറ്റുന്നത്. അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ വഴിക്ക് വരുമ്പോൾ കുറച്ച് ചുറ്റുണ്ട്. ബീച്ച് റോഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ചുറ്റിയാണ് നമ്മൾ വരുന്നത്. മറ്റ് ജങ്കാറ് വഴി വരാനാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ദൂരം കുറവാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിലേക്ക് എത്തണം. നമ്മൾ പോയിട്ടുണ്ടായിരുന്നൊരു വർക്കിംഗ് ഡേയിലാണ് കേട്ടോ. വർക്കിംഗ് ഡേയിൽ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷ് എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല. തിരക്കുണ്ടായിരുന്നു, പക്ഷേ അത് വലിയ തിരക്കായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. പക്ഷേ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കയറി തൊഴാനൊക്കെ പറ്റി. നന്നായിട്ട് അമ്മയെ കണ്ട് തൊഴാനും കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും, അവിടുത്തെ ഏറ്റവും വലിയ വഴിപാടെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അവിടെ അല്ല് മണി കെട്ടുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ വഴിപാട്. അപ്പം അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പോയിട്ട്. പിന്നെ എന്താണെന്നറിയോ, എനിക്ക് അവിടെ ചെന്നപ്പം ചിലതിന് മുന്നേ വരെയും എല്ലാം വീഡിയോസൊക്കെ എടുക്കണം, എല്ലാ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കവർ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം നമ്മളെപ്പോഴും പോകുന്ന സ്ഥലങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, എനിക്ക് വീഡിയോ എടുക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ അതെടുത്ത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നേ പോയി. അങ്ങനെ എനിക്ക് ചെയ്യാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. കാര്യം അവിടെ അത്രയും നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ഉള്ളൊരു സ്ഥലമാണേ. അപ്പോൾ അവിടെ നമുക്ക് ചെന്നിട്ട് അങ്ങനെ തോന്നില്ല. നമുക്ക് നമ്മുടെ മനസ്സിൽ അത്രയും ഭക്തിയായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്കൊരു ഫോൺ എടുത്തിട്ട് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നില്ല. ഇതൊക്കെ ചേട്ടനൊക്കെ എപ്പോഴും എടുത്തിട്ടുള്ള ക്ലിപ്പിങ്സൊക്കെയാണ് കേട്ടോ. ഞാനായിട്ട് പിന്നെ അങ്ങനെ അധികം ഒന്നും എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ തൊഴുതിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മണി കെട്ടുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഫോൺ യൂസ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വീഡിയോ ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ അത് പിന്നെ നമുക്ക് തോന്നുകയില്ല. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യാൻ പോകുമ്പോൾ സമയത്ത് തോന്നില്ല. പിന്നെ ഇങ്ങനെ കുറച്ച് ക്ലിപ്പിങ്സ് എൻ്റെ ഫോണിൽ കിടന്നത് ഞാനത് ഒരുമിച്ചൊരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാളെ ഇതൊക്കെ ഒരു മെമ്മറിയാണ്. നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നാളെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കിന് ഒരു മെമ്മറിയാണ്. നമ്മൾ ചെയ്ത പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാൻ പറ്റും. അപ്പം ക്ലിപ്പിങ്സൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് പോയാലും നമുക്കിത് യൂട്യൂബിൽ എപ്പോഴായാലും ഇത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി ഞാൻ വേറെ ഒരു ക്ലിപ്പിങ്സും എടുത്തിട്ടില്ല. ഇതൊക്കെ എൻ്റെ കൂടെ ഉള്ളവരെടുത്ത് തരുന്ന ക്ലിപ്പിങ്സാണ് കേട്ടോ. നിങ്ങൾ എന്നെ തന്നെ കുറേ നേരം കാണേണ്ടി വരും. കാര്യം എന്താ വെച്ചാൽ എൻ്റെ കൂടെ ഉള്ളവരൊന്നും വീഡിയോയിൽ വരാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും മല്ലയ്യ. അവരൊക്കെ ഓരോരോ സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് കാരണം അവരൊന്നും വീഡിയോസിൽ അധികം വന്നിട്ടില്ല. നിങ്ങൾ എൻ്റെ ഈ ഷോയൊക്കെ കാണേണ്ടി വരും കുറച്ച് നേരത്തേക്കിന്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി തിരിച്ച് പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.